The so-called instrument theodolite is mainly used to measure horizontal angle and vertical angle. In this lecture class, we are going to see the other uses of theodolite. ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്യുന്നതല്ലാതെ സർവേയിങ്ങിൽ തിയോഡലൈറ്റിൻ്റെ മറ്റ് യൂസസ് ഏതൊക്കെയാണ്? ഈ ഒരു ലെക്ചർ ക്ലാസ്സിൽ ദ ഫോളോയിങ് 4 പോർഷൻസ് വിൽ ബി കവേർഡ്. അതായത് ഫസ്റ്റ് സെറ്റിംഗ് ഔട്ട് ഓഫ് ആംഗിൾസ് യൂസിങ് എ തിയോഡലൈറ്റ്. The second topic is to measure deflection angle by theodolite. Then third topic is to prolong a straight line by the use of theodolite. Then last topic will be to cover the measure the magnetic bearing of a line just by using theodolite. ഇനി ഈ ഒരു പോർഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രീവിയസ് ക്ലാസ്സിലെ കുറച്ച് പോയിൻറ്റ്സ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. ഫസ്റ്റ് എന്താണ് ട്രാൻസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലഞ്ചിങ് ഓഫ് ദി ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ, ടെലിസ്കോപ്പിൻ്റെ ഈ ഒരു ഫിഗറിലേക്ക് നോക്കിയറിയാം. ടെലിസ്കോപ്പിൻ്റെ ലൈൻ ഓഫ് സൈറ്റ് ഇപ്പോൾ എങ്ങനെയാണ്, നിങ്ങളെ ഫേസ് ചെയ്തിട്ടാണ് അല്ലേ, ഫ്രണ്ടിലേക്കാണല്ലേ. അപ്പോൾ ഇതിൻ്റെ ലൈൻ ഓഫ് സൈറ്റിനെ ജസ്റ്റ് റിവേഴ്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ടെലിസ്കോപ്പിനെ ഇങ്ങനെ വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിറ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഇങ്ങനെ ടെലിസ്കോപ്പിനെ വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെ പ്ലഞ്ചിങ് ഓപ്പറേഷൻ എന്നും പറയും. ഇനി ഇതുപോലെ തന്നെ ടെലിസ്കോപ്പിനെ വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കൂടാതെ നമുക്ക് ഇങ്ങനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ, അതായത് ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇങ്ങനെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെലിസ്കോപ്പിൻ്റെ ഈ ഒരു മോഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്വിങ്ങിങ് എന്ന് വിളിക്കുന്നത്. ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റ് സ്വിങ് എന്ന് വിളിക്കും, റൈറ്റിലേക്കാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, റൈറ്റ് സ്വിങ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പോർഷനാണ്, അതായത് ചേഞ്ച് ഫേസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ അറിയാം, ഇവിടെ നമ്മുടെ ഒബ്സർവർ ബാക്കിലാണ് അല്ലേ. അപ്പോൾ ഒബ്സർവറിനെ വെച്ച് നോക്കുമ്പോൾ ഒബ്സർവറിൻ്റെ ഏത് സൈഡിലാണ്, ഈ വെർട്ടിക്കൽ സർക്കിൾ ലെഫ്റ്റ് സൈഡിലാണ്. ഇനി ഈ വെർട്ടിക്കൽ സർക്കിളിനെ ഒബ്സർവറിൻ്റെ റൈറ്റ് സൈഡിലേക്ക്, അതായത് ഇപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ നോക്കി ഇവിടെയാണ് അല്ലേ. ഈ വെർട്ടിക്കൽ സർക്കിളിനെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെ വെർട്ടിക്കൽ സർക്കിളിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലാണെങ്കിൽ തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന ഓപ്പറേഷനെയാണ് ചേഞ്ച് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയറിയാം നിങ്ങൾക്ക്, ഇവിടെ ഇൻസ്ട്രുമെൻറ്റിനെ ഒന്ന് നമ്മൾ ട്രാൻസിറ്റ് ചെയ്തു അല്ലേ. ദെൻ അത് കഴിഞ്ഞിട്ട് ഒന്ന് സ്വിങ് ചെയ്തു 180 ഡിഗ്രി. അപ്പോഴത്തേക്ക് എന്തായി, ഇവിടെ ഇരുന്ന വെർട്ടിക്കൽ സർക്കിൾ എങ്ങോട്ടേക്ക് പോയി, അപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന വെർട്ടിക്കൽ സർക്കിൾ റൈറ്റ് സൈഡിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ചേഞ്ച് ഫേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇൻസ്ട്രുമെൻറ്റിന്, നമ്മൾ പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റിന് 2 രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇത് നോക്കി ലോവർ പ്ലേറ്റ് ആണ്. ദെൻ ഈ ലോവർ പ്ലേറ്റിനോട് കൂടി ഒരു സ്ക്രൂ ഉണ്ട്, ഇത് ലോവർ സ്ക്രൂ ആണ്. അപ്പോൾ ഈ ലോവർ സ്ക്രൂവിനെ ഞാൻ ലൂസ് ചെയ്തപ്പോൾ ഈ ലോവർ പ്ലേറ്റോട് കൂടി ഇൻസ്ട്രുമെൻറ്റ് മൂവ് ചെയ്യുകയാണ്. നോക്കിയറിയാം, ഇവിടെ ഈ ഒരു ആക്സിസിന് എബോട്ടായിട്ട് ലോവർ പ്ലേറ്റിന് മുകളിലേക്കുള്ള പോർഷൻസ് ഫുള്ള് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഇനി ആ ലോവർ സ്ക്രൂവിനെ ടൈറ്റ് ചെയ്തിട്ട് ദെൻ ഈ ഒരു അപ്പർ സ്ക്രൂവിനെ റിലീസ് ചെയ്ത് നോക്കി. അപ്പോൾ നോക്കി, ഈ ലോവർ പ്ലേറ്റ് അനങ്ങുന്നുണ്ടോ, ഈ അപ്പർ പ്ലേറ്റ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിന് 2 രീതിയിൽ, ഒന്നെങ്കിൽ ലോവർ പ്ലേറ്റിന് അല്ലെങ്കിൽ അപ്പർ പ്ലേറ്റിന്, അങ്ങനെ 2 രീതിയിൽ ഈ ഇൻസ്ട്രുമെൻറ്റിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ആ മോഷൻ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഇപ്പോൾ ഞാൻ അപ്പർ സ്ക്രൂവ് ഇവിടെ ടൈറ്റ് ചെയ്തിരിക്കുകയാണ്, ലോവർ സ്ക്രൂവ് ടൈറ്റാണ്, രണ്ടും ടൈറ്റാണെന്ന് ഇൻഷുർ ചെയ്തു. ഇനി അടുത്തത് ഈ ലോവർ സ്ക്രൂവ്, അതായത് ലോവർ പ്ലേറ്റിലുള്ള ഈ ലോവർ സ്ക്രൂവിനെ റിലീസ് ചെയ്ത് നോക്കി, ലൂസാക്കി അല്ലേ. ലൂസ് നോക്കിയപ്പോൾ നമുക്ക് കാണാം ആ ഇൻസ്ട്രുമെൻറ്റ് ഈ ലോവർ പ്ലേറ്റോട് കൂടിയ ഇൻസ്ട്രുമെൻറ്റ് മൂവ് ചെയ്തു. ലോവർ പ്ലേറ്റിൽ നമ്മുടെ മെയിൻ സ്കെയിലും അപ്പർ പ്ലേറ്റിലാണ് വെർണിയർ സ്കെയിലും. ഈ 2 പ്ലേറ്റും ഒരുമിച്ച് മൂവ് ചെയ്യുമ്പോൾ 2 സ്കെയിലിലും ഇടയിൽ റീഡിങ് ഡിഫറൻസ് ഉണ്ടാകത്തില്ല. അതായത് ദെൻ ഈ ഒരു മോഷനിൽ റീഡിങ് വ്യത്യാസം വരില്ല. അതായത് ലോവർ പ്ലേറ്റോടുകൂടി ഇൻസ്ട്രുമെൻറ്റ് മൂവ് ചെയ്യുമ്പോൾ ഈ സ്കെയിലിൽ റീഡിങ്ങിന് ഡിഫറൻസ് വരില്ല. ഇനി നമ്മൾ ഈ ഒരു ലോവർ സ്ക്രൂവ് ഒന്ന് ലൂസ് ചെയ്ത് നമ്മൾ ടൈറ്റ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് അപ്പർ പ്ലേറ്റിനോട് കൂടിയ അപ്പർ സ്ക്രൂവിനെ നമ്മൾ റിലീസ് ചെയ്തു. ദെൻ റിലീസ് ചെയ്യുമ്പോൾ അപ്പർ പ്ലേറ്റ് മാത്രമാണ് മൂവ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഈ അപ്പർ പ്ലേറ്റ് നന്നായിട്ട് ലൂസ് ചെയ്തു, സ്ക്രൂവിൽ നന്നായിട്ട് ലൂസ് ചെയ്തു, ദെൻ അപ്പർ പ്ലേറ്റ് മാത്രം മൂവ് ചെയ്യുകയാണ്. ദെൻ ഈ ഒരു മോഷനിൽ ഈ ഹൊറിസോണ്ടൽ സർക്കിളിലെ റീഡിങ് മാറും. എത്രയാണോ നിങ്ങൾ ഈ ഇൻസ്ട്രുമെൻറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, അത്രമാത്രം റൊട്ടേറ്റ് ചെയ്തു എന്നതനുസരിച്ച് ഈ ആംഗിൾ വാല്യൂ ഇവിടെ മാറും.
അപ്പോൾ നിങ്ങൾ 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ 30 ഡിഗ്രി ആയിരിക്കും ഇവിടെ കാണിക്കുന്ന ആംഗിൾ. അപ്പോൾ ഈ അപ്പർ പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോഴാണ് റീഡിങ് ചേഞ്ച് ചെയ്യുന്നത്. ലോവർ പ്ലേറ്റോടുകൂടി ഇൻസ്ട്രുമെൻറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റീഡിങ്ങിന് വ്യത്യാസം ഉണ്ടാവത്തില്ല. അപ്പോൾ റീഡിങ്ങിന് വ്യത്യാസം വരാതിരിക്കുന്ന രീതിയിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ ഈ ലോവർ സ്ക്രൂ ആണ് ലൂസ് ചെയ്യുന്നത്. ദെൻ നിങ്ങൾക്ക് റീഡിങ് മെഷർ ചെയ്യണമെങ്കിൽ ദെൻ അപ്പർ സ്ക്രൂവിനെയാണ് ലൂസ് ചെയ്യേണ്ടത്. അതായത് അപ്പർ സ്ക്രൂ ആണ് ലൂസ് ചെയ്താലാണ് ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് ആംഗിൾ വാല്യൂസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയും പോർഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ പഠിച്ചത്. ഈ പോർഷൻസൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ ഈ ഒരു ക്ലാസ്സിലെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് സെറ്റിംഗ് ഔട്ട് ആംഗിൾസ് യൂസിങ് എ തിയോഡലൈറ്റ്. That is to lay off a given horizontal angle on the ground by a theodolite. That is, let us suppose that it is required to lay off a given horizontal angle ABC that should be 34 degree 25 minute 40 second on the ground. അതായത് ഫിഗറിലേക്ക് നോക്കി ABC എന്ന 3 പോയിൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ 3 പോയിൻറ്റ്സ് ഗ്രൗണ്ടിൽ എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം? ഇതിനിടയിലുള്ള ആംഗിൾ 34 ഡിഗ്രി 25 മിനിറ്റ് 0 സെക്കൻഡിലെ 40 സെക്കൻഡ് വരുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് തിയോഡലൈറ്റ് ഉപയോഗിച്ച് വേണം ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ വരുന്ന രീതിയിൽ ഈ 3 പോയിൻറ്റ്സിനെ ഗ്രൗണ്ടിൽ പ്രൊവൈഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൊസീജിയറിലേക്ക് പോവാം. അതായത് ഫസ്റ്റ് ഗ്രൗണ്ടിലെ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ടാണ് കിട്ടേണ്ടത്. 3 പോയിൻറ്റ്സ് ഉണ്ട്, എ ബി ആൻഡ് സി. ദെൻ ഇതിനിടയിലുള്ള ആംഗിൾ എത്രയായിരിക്കണം? ആംഗിൾ ABC. അതായത് ഈ ഒരു ആംഗിൾ എത്രയായിരിക്കണം? That should be above exactly, that should be as given in the previous slide. അതായത് എത്രയാണ്? 34 ഡിഗ്രി 25 മിനിറ്റ് 40 സെക്കൻഡ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സ്റ്റേസ് എ തിയോഡലൈറ്റ് ഓവർ ദ സ്റ്റേഷൻ പോയിൻറ്റ് ബി. അതായത് ബി പോയിൻറ്റിൻ്റെ മുകളിൽ തിയോഡലൈറ്റിനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ബി പോയിൻ്റ് എന്ന് പറയാൻ ഇവിടെ ഈ ലൈൻ 2 ലൈനിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് അല്ലേ? ഈ എക്സാക്റ്റ് പോയിൻ്റ് ബിക്ക് മുകളിൽ വേണം ഇൻസ്ട്രുമെൻറ്റിനെ വെക്കാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അതായത് സെൻറ്ററിങ് എന്നുള്ള ഓപ്പറേഷനാണ് നമ്മൾ ആദ്യം പെർഫോം ചെയ്യുന്നത്. അതായത് ദ പ്രോസസ് ഓഫ് പ്ലേസിങ് ദ തിയോഡലൈറ്റ് എക്സാക്ട്ലി ഓവർ ദ സ്റ്റേഷൻ മാർക്ക്. ഹിയർ ദാറ്റ് സ്റ്റേഷൻ മാർക്ക് ഈസ് പോയിൻറ്റ് ബി. ഇനി ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ എക്സാക്ട്ലി പോയിൻറ്റ് ബിയിൽ വെച്ചാൽ മാത്രം പോരാ, ഇൻസ്ട്രുമെൻറ്റിലെ ലെവലിംഗ് ഹെഡ് ഉപയോഗിച്ച് ലെവൽ ചെയ്യണം. ദെൻ ഈ 2 ഓപ്പറേഷനും കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് റീഡിംഗ് എടുക്കുന്ന ഓപ്പറേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സെൻറ്റർ ചെയ്തു, രണ്ടാമത് ലെവൽ ചെയ്തു. ഇനി അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിലെ റീഡിങ് 0 സെറ്റ് ചെയ്യണം. ദെൻ ഇൻസ്ട്രുമെൻറ്റിൽ റീഡിങ് സെറ്റ് ചെയ്യണം അല്ലേ? അതായത് ഇൻസ്ട്രുമെൻറ്റിൽ റീഡിങ്ങിൽ മാറ്റം വരുത്തി ആ റീഡിങ് 0 ആക്കണം. അപ്പോൾ റീഡിങ് മാറ്റം വരുത്തണമെങ്കിൽ ഏത് സ്ക്രൂ ആണ് നമ്മൾ ലൂസ് ചെയ്യണത്? അപ്പർ സ്ക്രൂ ആണ് ലൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ അപ്പർ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് 0 സെറ്റ് ചെയ്യുക. ഏകദേശം സെറ്റായി കഴിഞ്ഞാൽ അപ്പർ സ്ക്രൂവിനെ ടൈറ്റ് ചെയ്ത് വെക്കുക. ദെൻ അത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ടാൻജൻ സ്ക്രൂ ഉണ്ട്. ടാൻജൻ സ്ക്രൂ വെച്ചിട്ട് ദെൻ അക്യുറേറ്റ്ലി 0 സെറ്റ് ചെയ്യുക. അതായത് അപ്പർ സ്ക്രൂവിനോട് കൂടെയുള്ള സ്ക്രൂവാണ് ടാൻജൻ സ്ക്രൂ. അപ്പർ സ്ക്രൂ ഏകദേശം 0 വെച്ച് കഴിഞ്ഞാൽ അപ്പർ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ then അതിൻ്റെ കൂടെയുള്ള ടാൻജൻ സ്ക്രൂ ആക്റ്റീവ് ആയിരിക്കും. നമുക്ക് അത് ടേൺ ചെയ്താൽ നമുക്ക് എക്സാക്ട്ലി റീഡിങ്ങിനെ നമുക്ക് വേണ്ട വാല്യൂയിലേക്ക് കൊണ്ടുവരാം. 0 എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാം. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. നമുക്ക് ആദ്യമേ അടുത്ത പോയിൻ്റ് എയിലേക്ക് ഇൻസ്ട്രുമെൻറ്റിനെ സൈറ്റ് ചെയ്യണം. ദെൻ പോയിൻ്റ് എയിലേക്ക് ഇൻസ്ട്രുമെൻറ്റിനെ സൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത 0 വാല്യൂ മാറാൻ പാടില്ല. അപ്പോൾ ഏതായിരിക്കും നമുക്ക് ലൂസ് ചെയ്യേണ്ട സ്ക്രൂ? ഇൻസ്ട്രുമെൻറ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ ഏത് സ്ക്രൂ ആയിരിക്കണം അപ്പോൾ ലൂസ് ചെയ്യേണ്ടത്? റീഡിങ് മാറാൻ പാടില്ല എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ലോവർ സ്ക്രൂ ആയിരിക്കണം ലൂസ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 2. നൗ റിലീസ് ലോവർ ക്ലാമ്പ് ആൻഡ് റൊട്ടേറ്റ് ദ ഇൻസ്ട്രുമെൻറ്റ്. എന്തിനാണ് ഇൻസ്ട്രുമെൻറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ടു ബൈസെക്ട് ദ പോയിൻറ്റ് എ. ഈ ഫിഗറിൽ കാണുന്ന പോലെ തിയോഡലൈറ്റിനെ ഈ പോയിൻറ്റ് എയിലേക്ക് ബൈസെക്ട് ചെയ്യുക. തിയോഡലൈറ്റിനെ പോയിൻറ്റ് എയിലേക്ക് അക്യുറേറ്റ്ലി ബൈസെക്ട് ചെയ്യുക. ദെൻ ബൈസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ക്ലാമ്പ് നമുക്ക് ടൈറ്റ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേർഡ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ദെൻ സിയിലേക്ക് സൈറ്റ് ചെയ്യണം. സിയിലേക്ക് സൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ആംഗിളും കൊണ്ടുവരണം അല്ലേ? അതിവിടെ ആംഗിൾ വാല്യൂ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ സിയിലേക്ക് സൈറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ അതായത് ആ സിയുടെ ഡയറക്ഷൻ, സി ഏത് ഡയറക്ഷനിലാണ്? ദെൻ എയിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലേ? അപ്പോൾ ആ റൈറ്റ് സൈഡിലാണ്. അതായത് ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിക്കണം. പക്ഷേ അവിടെ ആംഗിൾ വാല്യൂ എത്ര വേണം? നമ്മൾ പറഞ്ഞിരിക്കുന്ന ആംഗിൾ വാല്യൂ, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആംഗിൾ വാല്യൂ വേണം. ഇത് ആംഗിൾ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അപ്പർ ക്ലാമ്പ് നമ്മൾ റിലീസ് ചെയ്തിട്ട് ഇൻസ്ട്രുമെൻറ്റിനെ റൊട്ടേറ്റ് ചെയ്യണം. നമുക്ക് പറഞ്ഞ അക്യുറേറ്റ് വാല്യൂ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റിനെ കണ്ടു ഈ രീതിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക.
ഇൻസ്ട്രുമെൻറ്റിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അപ്പർ സ്ക്രൂ ലൂസാണ്. അപ്പോൾ ഏകദേശം ഒരു 34 ഡിഗ്രി 20 മിനിറ്റ് ഈ വാല്യൂ വരുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. ദെൻ ഏകദേശം ഈ ഒരു 34 ഡിഗ്രി 20 മിനിറ്റ് വന്നു. പക്ഷെ നമുക്ക് വേണ്ടത് എത്രയാണ്? 34 ഡിഗ്രി 25 മിനിറ്റ് 40 സെക്കൻഡാണ്. അത് നമുക്ക് അക്യുറേറ്റ്ലി കൊണ്ടുവരുന്നതിന് ഇപ്പോൾ പറ്റില്ല. അപ്പോൾ തൽക്കാലം അപ്പർ സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ഏകദേശം ഈ ഒരു ആംഗിൾ 34 ഡിഗ്രി 20 മിനിറ്റിനടുത്ത് വന്നാൽ അപ്പർ ക്ലാമ്പിനെ ടൈറ്റ് ചെയ്യുക. ദെൻ അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ റെസ്പോണ്ടിങ് ടാൻജർ സ്ക്രൂ ഓൺ ആവും അല്ലേ. അപ്പോൾ ആ ടാൻജർ സ്ക്രൂ തിരിച്ചിട്ട് എക്സാക്ട്ലി റീഡിങ് നമുക്ക് 25 മിനിറ്റ് 40 സെക്കൻഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വലി പ്രോസസ്സ്. അപ്പോൾ ഈ ലാസ്റ്റ് ഈ എങ്ങനെ റീഡിങ് എക്സാക്ട്ലി കൊണ്ടുവരണം അത് നോക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ റീഡിങ് എടുക്കുന്ന പോർഷൻസിനെ കുറിച്ച് കുറച്ചും കൂടെ നോക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രൊസീജിയർ ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? സെറ്റ് അപ്പ് ദ തിയോഡലൈറ്റ് അറ്റ് സ്റ്റേഷൻ പോയിന്റ് ബിയിൽ വെക്കുക. ബിയിൽ വെക്കുമ്പോൾ സെൻറ്റർ ചെയ്യുക, ലെവലേജ് അക്യുറേറ്റ്ലി ആൻഡ് അഡ്ജസ്റ്റ് ദ വെർണിയർ ടു 0 ബൈ മീൻസ് ഓഫ് അപ്പർ ക്ലാമ്പ് ആൻഡ് അപ്പർ ടാൻജർ സ്ക്രൂ. അപ്പോൾ നമ്മൾ 0 ഇൻസ്ട്രുമെൻറ്റിൽ അപ്പർ സ്ക്രൂവും അതിൻ്റെ കറസ്പോണ്ടിങ് ടാൻജർ സ്ക്രൂവും വഴിയായിട്ട് 0 സെറ്റ് ചെയ്യുക. ദെൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ക്ലാമ്പിനെ ടൈറ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? ലോവർ ക്ലാമ്പിനെ ലൂസ് ചെയ്തിട്ട് പോയിന്റ് എനെ സൈറ്റ് ചെയ്യുക. ദെൻ loosen the lower clamp and rotate the telescope in horizontal plane till the object A is bisected. Tighten the lower clamp and make correct bisection of A using lower tangent screw. അപ്പോൾ ഏകദേശം പോയിന്റ് എനെ ഒന്ന് സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോവർ സ്ക്രൂ ടൈറ്റ് ചെയ്യും. ദെൻ അക്യുറേറ്റ്ലി പോയിന്റ് എനെ സൈറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ടാൻജന്റ് സ്ക്രൂ ലൂസ് ചെയ്യും. ദെൻ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ലൂസ് ദ അപ്പർ ക്ലാമ്പ്. വീണ്ടും നമുക്ക് നമ്മൾ പറഞ്ഞ ആംഗിൾ കിട്ടണം അല്ലേ. ലൂസ് ദ അപ്പർ ക്ലാമ്പ് ആൻഡ് റൊട്ടേറ്റ് ദ ടെലിസ്കോപ്പ് ഇൻ ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ till the reading on the horizontal line nearly equal to the angle say 34 degree 20 minute and 0 second. അതായത് ഏകദേശം നമുക്ക് വേണ്ട ആംഗിളിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുക. then അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്യാം. ദെൻ നമുക്ക് കറസ്പോണ്ടിങ് ടാൻജർ സ്ക്രൂ ഓൺ ആയി അല്ലേ. നമുക്ക് ഫൈനായിട്ട് ടാൻജർ സ്ക്രൂവിനെ തിരിച്ച് നമുക്ക് വേണ്ട റീഡിങ് 34 ഡിഗ്രി 25 മിനിറ്റ് 40 സെക്കൻഡിലേക്ക് കൊണ്ടുവരാം. ദെൻ ഇനി എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ്? എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. ഈ അപ്പർ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാൻജർ സ്ക്രൂ തിരിച്ച് എങ്ങനെ എക്സാക്ട്ലി റീഡിങ് ഈ 34 ഡിഗ്രി 20 മിനിറ്റിൽ നിന്ന് 34 ഡിഗ്രി 25 മിനിറ്റ് 40 സെക്കൻഡിലേക്ക് കൊണ്ടുവരാം. ആ ഒരു പ്രോസസ്സ് അറിയുന്നതിന് മുമ്പ് നമുക്ക് റീഡിങ് എടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഫിഗറിൽ കാണാം, ഈ കാണുന്ന വലുതാണ് നമ്മുടെ മെയിൻ സ്കെയിൽ അല്ലേ. ദെൻ മുകളിൽ കാണുന്നതാണ് വെർണിയർ സ്കെയിൽ. ഈ മെയിൻ സ്കെയിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇത് 30 ഡിഗ്രി ആണല്ലേ. ഇത് 30 ഡിഗ്രി. അപ്പോൾ ഈ ഡിവിഷൻ എത്രയായിരിക്കും? 31 ഡിഗ്രിനെ. ഇത് 31, ഇത് 32, 33, 34, 35. അപ്പോൾ ഓരോ ഡിഗ്രിയാണ് ഓരോന്നും അല്ലേ. അപ്പോൾ ഡിഗ്രിക്ക് ഇടയിലുള്ള ഈ ചെറിയ ഡിവിഷൻ എത്രയായിരിക്കും? നോക്കിയേ, 30 ഡിഗ്രിക്കും 31 ഡിഗ്രിക്കും ഇടയിൽ 2 ഡിവിഷൻ ഉണ്ടല്ലേ. അതായത് 2 മാർക്കിംഗ് ഉണ്ട്. അതായത് 3 ഡിവിഷൻസ് ഉണ്ടെന്ന് പറയാം. അതായത് 30 ഡിഗ്രി ഇതാണ്, 31 ഡിഗ്രി ഇതാണ്. അപ്പോൾ 30 ഡിഗ്രി കഴിഞ്ഞ് ആദ്യത്തെ മാർക്കിംഗ് അല്ലേ. അപ്പോൾ അങ്ങോട്ടേക്ക് എത്രയായിരിക്കും? 20 മിനിറ്റ് ആയിരിക്കും. ദെൻ അടുത്ത 20 മിനിറ്റ്, ദെൻ തേർഡ് 20 മിനിറ്റ്. അപ്പോൾ ഈ ലൈൻ എത്രയിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 40 മിനിറ്റിനെയാണ്. 40 + 20 60 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അടുത്ത എത്രയായിരിക്കും? നമ്മുടെ ഒരു ഡിഗ്രി ആയി അല്ലേ. അപ്പോൾ മെയിൻ സ്കെയിലിൽ നമുക്ക് മിനിറ്റിൻ്റെ അക്യുറസിയിൽ റീഡിങ് കിട്ടത്തുള്ളൂ. അതായത് ഡിഗ്രി മിനിറ്റും ആയിരിക്കും നമുക്ക് മെയിൻ സ്കെയിലിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റുക. ഡിഗ്രി എത്ര മിനിറ്റ്? ഒന്നുകിൽ 20 മിനിറ്റ് ആവും, അല്ലെങ്കിൽ 40 മിനിറ്റ് ആവാം അല്ലേ. അപ്പോൾ നമുക്ക് മെയിൻ സ്കെയിലിൽ നിന്ന് കിട്ടുന്ന റീഡിങ് എങ്ങനെയുള്ളൂ? ഡിഗ്രി മിനിറ്റും ഉള്ളൂ. ആ ഡിഗ്രി എന്നുള്ളത് എത്ര? 0 to 360 ഡിഗ്രി വരെയുള്ളതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ആവാം. അപ്പോൾ ഇവിടെ നമ്മുടെ 30 ഡിഗ്രി ആണ് നമുക്ക് റീഡിങ് ഉള്ളത്, അല്ലെങ്കിൽ 31 ഡിഗ്രിയാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് മിനിറ്റ് എത്ര വരെ ആവാം? ഒന്നുകിൽ 20 മിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഡിവിഷൻ ഇത് എത്രയാണ്? 40 മിനിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ കേസിലൊന്ന് നോക്കിയേ, ഇവിടുത്തെ എത്രയാണ് റീഡിങ് കാണുന്നത്? അപ്പോൾ ഇതാണ് 0 അല്ലേ. ഇത് വെർണിയറിലെ 0 ഈ മെയിൻ സ്കെയിലിലെ ഏതുമായിട്ടാണ് കോയിൻസിഡൻറ്റ് ചെയ്യുന്നത് എന്ന് നോക്കുവാണ്. അപ്പോൾ വെർണിയറിലെ 0 ഇവിടെ നോക്കിയേ 31 ഡിഗ്രിന് തൊട്ട് മുമ്പ് അല്ലേ. അതായത് 30 ഡിഗ്രി 40 സെക്കൻഡ് വരെ നമുക്ക് മെയിൻ സ്കെയിലിൽ റീഡ് ചെയ്യാം. പക്ഷേ ഈ ഡിസ്റ്റൻസ്, ഈ റീഡിങ് എത്രയാണെന്ന് നമുക്കറിയില്ല അല്ലേ. ഈ ആംഗിളിൽ എത്രയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നോക്കാൻ വേണ്ടി, അതായത് 30 ഡിഗ്രി 40 മിനിറ്റ് വരെ നമുക്ക് മെയിൻ സ്കെയിലിൽ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഈ എക്സസ് നമ്മൾ ഈ വെർണിയർ സ്കെയിലിൽ നിന്നാണ് റീഡ് ചെയ്യുന്നത്. നോക്കി, വെർണിയർ സ്കെയിലിൽ എത്ര വരും? 0 to 20. അതായത് ഇത് 0, ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4, 5 ഓരോ മിനിറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 0 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്.
ദെൻ ഇത് 0യും ഇത് ഫസ്റ്റ് മിനിറ്റും ആണെങ്കിൽ ഇതിനിടയിൽ രണ്ട് ഡിവിഷൻ ഉണ്ട് അല്ലേ, 2 മാർക്കിംഗ് ഉണ്ട്. അതായത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏതായിരിക്കും? ഓരോ ഡിവിഷൻ 20 സെക്കൻഡിനെ ആയിരിക്കും. അതായത് ഇവിടെ നമുക്ക് ഏറ്റവും ചെറിയ, അതായത് ഈ ഗ്രാജുവേഷൻ്റെ ഇടയിലുള്ള റീഡിംഗ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 20 സെക്കൻഡാണ്. അതായത് വെർണിയർ സ്കെയിലിലെ ഓരോ ഗ്രാജുവേഷനും ഇടയിലുള്ള റീഡിങ്, ഓരോ ഗ്രാജുവേഷനും ഏത് റീഡിങ്ങിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 20 സെക്കൻഡ്. അതായത് ഈ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ റീഡിങ് എത്രയാണ്? 20 സെക്കൻഡ്. അതായത് ഇത് 20 സെക്കൻഡാണ്, അടുത്ത 20 സെക്കൻഡ് 40 സെക്കൻഡ്, ദെൻ വീണ്ടും ഒരു 20 സെക്കൻഡ് കൂടെ മാറുമ്പോഴത്തേക്കും നമുക്ക് 1 മിനിറ്റായി. ദെൻ അതുപോലെ തന്നെ ഒരു 60 സെക്കൻഡ് മാറുമ്പോഴത്തേക്കും 2ാമത്തെ മിനിറ്റായി. വീണ്ടും ഒരു 60 സെക്കൻഡ് മാറുമ്പോഴത്തേക്കും 3ാമത്തെ മിനിറ്റായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റീഡിങ് പോകുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ റീഡിങ് എത്രയാണ്? 20 സെക്കൻഡാണ്. അപ്പോൾ ഇനി നമ്മൾ ഓക്കെ മെയിൻ സ്കെയിൽ ആദ്യം ചെയ്തെന്താണ്? വെർണിയർ സ്കെയിലിൽ 0, മെയിൻ സ്കെയിലിൽ ഏത് ഡിവിഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നതെന്ന് നോക്കി. ദെൻ അത് നോക്കിയപ്പോഴത്തേക്കും 30 ഡിഗ്രി 40 മിനിറ്റ് വരെ നോക്കി. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റീഡിങ് എടുക്കണമെങ്കിൽ, ഈ എക്സസ് റീഡിങ് എടുക്കണമെങ്കിൽ വെർണിയർ സ്കെയിലിലേക്ക് പോകണം. ഈ വെർണിയർ സ്കെയിലിലെ ഡിവിഷനും മെയിൻ സ്കെയിലിലെ ഡിവിഷനും കൂടി എവിടെയാണ് കോയിൻസൈഡ് ചെയ്യുന്നത് നോക്കുക. നോക്കി, ഈ റെഡ് മാർക്ക് വരുന്നതോടെ മാത്രമേ റീഡിങ് എക്സാക്ട്ലി കോയിൻസൈഡ് ചെയ്യുന്നുള്ളൂ. ഇത് എത്രാമത്തെ റീഡിംഗ് ആണ്? നോക്കി, ഇത് 15 ആണ് അല്ലേ, അപ്പോൾ 16 ആവാം, ഇത് 17 ആവാം. അപ്പോൾ 17ാമത്തെ ഡിവിഷന് അല്ലേ, 17ാമത്തെ ഡിവിഷനും അത് കഴിഞ്ഞിട്ട് ഒരു 20 40 സെക്കൻഡുമാണ്. ഓരോ 17ാമത്തെ ഡിവിഷൻ, അതായത് 17ാമത്തെ മിനിറ്റിലും 40 സെക്കൻഡിലുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ, അപ്പോൾ ഇതാണ് നമ്മുടെ വെർണിയർ റീഡിങ്. അപ്പോൾ മെയിൻ സ്കെയിലിൽ നിന്ന് 30 ഡിഗ്രി 40 മിനിറ്റ് വരെ കിട്ടിയുള്ളൂ. ദെൻ വെർണിയർ സ്കെയിലിൽ നിന്ന് മിനിറ്റും സെക്കൻഡും കിട്ടി. അപ്പോൾ മിനിറ്റ് രണ്ടിടത്തും കോമൺ ഉണ്ട് അല്ലേ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 57 കിട്ടും. ഇതാണ് ഇവിടുത്തെ ഫൈനൽ റീഡിങ്. അപ്പോൾ നമ്മുടെ കേസിലേക്ക് പോവാം. നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യേണ്ട എത്രയാണ്? 34 ഡിഗ്രി 25 മിനിറ്റ്, ഇവിടെ 40 സെക്കൻഡാണ്. നമ്മുടെ മെയിൻ സ്കെയിലിൽ എത്രയും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ? 34 ഡിഗ്രി 20 മിനിറ്റ് വയ്ക്കാം, അല്ലെങ്കിൽ 40 മിനിറ്റ് വയ്ക്കാം അല്ലേ, 20 മിനിറ്റ് വയ്ക്കാം, അല്ലെങ്കിൽ 40 മിനിറ്റ് വയ്ക്കാം. ഇവിടെ നമുക്ക് 25 വേണ്ടത്. അപ്പോൾ അതിന് തൊട്ട് താഴെയുള്ള 20 മിനിറ്റ് വരെ വെച്ചു. ഇനി നമ്മുടെ വെർണിയർ സ്കെയിലിലെ റീഡിങ്ങിൽ നമ്മൾ എത്രാമത്തെ ഡിവിഷൻ ആയിരിക്കണം മെയിൻ സ്കെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്യണം? നോക്കി, 17ാമത്തെ ഡിവിഷൻ ആണെങ്കിൽ 17 ഇൻറ്റു ഓരോ ഡിവിഷനും ഇടയിൽ എത്രയാണ്? 20 സെക്കൻഡാണ് ലീസ്റ്റ് കൗണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ 340 മിനിറ്റ് വരും. 340 മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 340 സെക്കൻഡ് വരും അല്ലേ. 20 സെക്കൻഡ് ഇൻറ്റു 70, 340 സെക്കൻഡ് വരും. ഒരു 60 സെക്കൻഡാണ് ഒരു മിനിറ്റ്. അപ്പോൾ അങ്ങനെ ഇതിൽ എത്ര മിനിറ്റ് അടങ്ങിയിട്ടുണ്ട്? 60 ഇൻറ്റു 5 അല്ലേ, 5 മിനിറ്റ് ഉണ്ട് അല്ലേ, 300 വരെയുണ്ട്. എക്സ്ട്രാ ഒരു 40 സെക്കൻഡ്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടി? 34 ഡിഗ്രി 25 മിനിറ്റ് 40 സെക്കൻഡ്. അതായത് ഇതാണ് നമ്മുടെ പ്രീവിയസ് സ്ലൈഡിൽ, ഞാൻ ഇവിടെ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യമേ അപ്രോക്സിമേറ്റ്ലി 34 ഡിഗ്രി 20 മിനിറ്റ് വന്നു. അതുതന്നെ നമ്മൾ ഫൈൻ മോഷൻ വഴിയായിട്ട് അത് എക്സാക്ട്ലി 34 ഡിഗ്രി 25 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ടുവരണം. അതെങ്ങനെയാണെന്നാണ് ഈ പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. For this, 0 of the vernier should be between 34 degree 20 minute and 34 degree 40 minute on the main scale, and the 17th division of the vernier scale coincides with the main scale division. അതായത് 17ാമത്തെ വെർണിയർ സ്കെയിലിലെ ഡിവിഷൻ മെയിൻ സ്കെയിൽ ഡിവിഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഫൈൻ മോഷനെ അഡ്ജസ്റ്റ് ചെയ്താൽ എക്സാക്ട്ലി ഈ ആംഗിൾ നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ സെറ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ ദിസ് ഡയറക്ഷൻ, the direction of this angle point C is placed. നമ്മുടെ തേർഡ് ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് ടു മെഷർ ഡിഫ്ലക്ഷൻ ആംഗിൾ. അപ്പോൾ എന്താണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പുതിയതായിട്ടുള്ളൊരു ടോപ്പിക്കായിരിക്കാം. അപ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് വെച്ചാൽ ഒരു സർവേ ലൈന്, ഇപ്പോൾ നോക്കി ഈ ഫിഗറിലേക്ക് നോക്കിയേ, PQ, QR, RS എന്നീ 3 സർവേ ലൈനുണ്ട്. ഇതിൽ ഈ QR എന്ന സർവേ ലൈന് കൺസിഡർ ചെയ്യുക. ദെൻ ആ QR എന്ന സർവേ ലൈൻ്റെ തൊട്ട് പുറയിലുള്ള സർവേ ലൈനാണ് PQ. ആ തൊട്ട് പുറയിലുള്ള പ്രിസീഡിങ് സർവേ ലൈൻ PQനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ആ സർവേ ലൈനുമായിട്ട് ഈ QR ലൈൻ മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ ആൽഫ ഡിഗ്രി എന്നുള്ള ഈ ആംഗിളിനെയാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മുടെ തൊട്ടു പുറകിലുള്ള സർവേ ലൈൻ്റെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊലോങ്ങേഷനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ ആംഗിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ RS എന്ന സർവേ ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് പുറകിലുള്ള സർവേ ലൈൻ QR, അതിനെ എക്സ്റ്റെൻഡ് ചെയ്തു. ആ എക്സ്റ്റൻഷൻ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന സർവേ ലൈൻ RSുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ θ°ആണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിളിൻ്റെ ഡെഫിനേഷനിലേക്കൊന്ന് പോവാം. Deflection angle is the angle which a survey line makes with the prolongation of the preceding line. Okay. അടുത്തത് ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് റൈറ്റ് ഓർ ലെഫ്റ്റ്. നോക്കിയേ, ഈ ആൽഫ ഡിഗ്രിയുടെ കൂടെ 6 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 6 മീൻ ചെയ്യുന്ന റൈറ്റാണ്. അതായത് ഈ PQ ലൈൻ്റെ എക്സ്റ്റൻഷനുമായിട്ട് ഈ QR ലൈൻ മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ആണ്. നോക്കി, ഈ ആംഗിളിൻ്റെ ഡയറക്ഷന് ക്ലോക്ക് വൈസ് ആണ് അല്ലേ? അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ ആംഗിൾ നമുക്ക് പോണത് അല്ലേ? അപ്പോൾ ഇതുകൊണ്ട് ഇത് റൈറ്റാണ്. ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് റൈറ്റിന് 6 എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യും. പക്ഷേ ഈ ആംഗിൾ നോക്കി, RSൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ നോക്കി, തൊട്ട് പുറകിലുള്ള QR അതിൻ്റെ എക്സ്റ്റൻഷൻ അതുമായിട്ട് ഈ ഡയറക്ഷനിലാണ് അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ അതിനെ നമ്മൾ ലെഫ്റ്റ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് അതിനാണ് L എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് റൈറ്റ് ഓർ ലെഫ്റ്റ്, R അല്ലെങ്കിൽ L, അക്കോർഡിംഗ് ആസ് ഇറ്റ് ഈസ് മെഷേർഡ് ടു ദ ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് ഫ്രം ദി പ്രൊലോങ്ങേഷൻ ഓഫ് ദി പ്രീവിയസ് ലൈൻ. ഇനി ഈ ഡിഫ്ലക്ഷൻ ആംഗിളിൻ്റെ മാക്സിമം എത്ര വരാം? മാക്സിമം ഡിഫ്ലക്ഷൻ ആംഗിളിൽ 180 ഡിഗ്രി വരെ വരാറുള്ളൂ. തൊട്ട് പുറയിലെ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് അല്ലേ? അപ്പോൾ മാക്സിമം ഒരു 180 ഡിഗ്രി വരെ ഡിഫ്ലക്ഷൻ ആംഗിളിൻ്റെ വാല്യൂ വരാറുള്ളൂ. ഇനി നമ്മൾ ഇപ്പോൾ പറഞ്ഞു തന്നെയാണ് ആംഗിൾ Q ഡിഫ്ലക്ഷൻ ആംഗിൾ അറ്റ് Q എന്ന് പറയുമ്പോൾ എത്രയാണ്? ആൽഫ ഡിഗ്രിയാണ്. ഡിഫ്ലക്ഷൻ ആംഗിൾ അറ്റ് R എത്രയാണ്? θ ഡിഗ്രിയാണ്. ഇനി എങ്ങനെയാണ് തിയോഡലൈറ്റ് വെച്ചിട്ട് ഡിഫ്ലക്ഷൻ ആംഗിൾ മെഷർ ചെയ്യുന്നത്? ഡിഫ്ലക്ഷൻ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി Qവിലെ ഡിഫ്ലക്ഷൻ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രുമെൻറ്റ് വെക്കേണ്ട Qവിലാണ്. അതായത് നമ്മൾ ഈ ഒരു പോയിൻ്റ് Qവിലെ ഡിഫ്ലക്ഷൻ ആംഗിൾ, അതായത് ഈ ആൽഫ ഡിഗ്രിയുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് വെക്കേണ്ട എവിടെയാണ്? Qവിലാണ് വെക്കേണ്ടത്. ഇനി ഇൻസ്ട്രുമെൻറ്റ് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇനി ചെയ്യേണ്ട പ്രൊസീജിയറുണ്ട്. സെറ്റിങ്, സെൻറ്ററിങ്, ലെവലിങ്, എലിമിനേഷൻ, പാലാക്സ്, ഈ പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാനിത് ഇപ്പോൾ എടുത്ത് പറയുന്നില്ല. ദെൻ അടുത്ത നമ്മുടെ സെക്കൻഡ് പ്രൊസീജിയറിലേക്ക് പോവുകയാണ്. ദെൻ ഇതിൽ ഇൻസ്ട്രുമെൻറ്റിനെ ഈ പ്ലേസിൽ വെച്ചു. ദെൻ നിങ്ങൾ ഹൊറിസോണ്ടൽ സർക്കിളിൽ 0 സെറ്റ് ചെയ്യണം. ഹൊറിസോണ്ടൽ സർക്കിളിൽ അപ്പർ പ്ലേറ്റ് നമ്മൾ ലൂസ് ചെയ്തിട്ട്, അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് അപ്പർ പ്ലേറ്റിനെ തിരിച്ച് അതിൻ്റെ ഹൊറിസോണ്ടൽ സ്കെയിലിൽ റീഡിങ് 0 സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പോയിൻ്റ് ഇൻസ്ട്രുമെൻറ്റിനെ ഈ P എന്ന പോയിൻറ്റിലേക്ക് സൈറ്റ് ചെയ്യുക. ഇൻസ്ട്രുമെൻറ്റിനെ എങ്ങോട്ടേക്ക് സൈറ്റ് ചെയ്യണം? ഈ ഇൻസ്ട്രുമെൻറ്റ്, ഇവിടുത്തെ ഇൻസ്ട്രുമെൻറ്റ് Pയിലേക്ക് സൈറ്റ് ചെയ്യുക. ദെൻ ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ഈ ഡയറക്ഷനിലാണ് ഇരിക്കുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇൻസ്ട്രുമെൻറ്റിനെ ഈ ഡയറക്ഷനിൽ നിന്ന് നേരെ തിരിച്ച് അതിൻ്റെ റിവേഴ്സ് ഡയറക്ഷനിലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടി എന്ത് ചെയ്യാം? ഇൻസ്ട്രുമെൻറ്റിനെ ഒന്ന് ട്രാൻസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലഞ്ച് ചെയ്യുക. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് നേരെ എങ്ങോട്ടായി മാറും? റിവേഴ്സ് ഡയറക്ഷനിലേക്ക് വരും. അതായത് ഈ ഡയറക്ഷനിലായി നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് അല്ലേ? ദെൻ ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ഇങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ലൈൻ ഓഫ് സൈറ്റ് ഈ ഡയറക്ഷനിലേക്കാണ്. ഇനി നമുക്ക് ഈ ആൽഫ ഡിഗ്രി ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്യണം? ഇൻസ്ട്രുമെൻറ്റിനെ എങ്ങോട്ട് തിരിക്കണം? ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക. ഇൻസ്ട്രുമെൻറ്റിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് Rനെ സൈറ്റ് ചെയ്യുന്ന രീതിയിൽ തിരിക്കുക. അപ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടണം അല്ലേ? അപ്പോൾ ഇൻസ്ട്രുമെൻറ്റിനെ തിരിക്കുമ്പോൾ ഏത് പ്ലേറ്റ് ആയിരിക്കണം ലൂസ് ചെയ്യേണ്ടത്? നിങ്ങളുടെ അപ്പർ പ്ലേറ്റിനെ ലൂസ് ചെയ്യണം. സോ അപ്പർ പ്ലേറ്റിനെ ലൂസ് ചെയ്തിട്ട് ഇൻസ്ട്രുമെൻറ്റിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക. അപ്പോൾ നമ്മൾ R സൈറ്റായി. അപ്പോൾ കിട്ടുന്ന ആംഗിളായിരിക്കും നിങ്ങളുടെ ആൽഫ ഡിഗ്രി. അതായത് അൺക്ലാമ്പ് ദ അപ്പർ ക്ലാമ്പ് ആൻഡ് ടേൺ ദ ടെലിസ്കോപ്പ് ക്ലോക്ക് വൈസ് ടു ടേക്ക് ദ ഫോസൈറ്റ് ഓൺ ആറിനെ സൈറ്റ് ചെയ്യുക. റീഡ് ബോത്ത് വെർണിയേഴ്സ്, അതായത് വെർണിയർ എയും ബിയും ഉണ്ടല്ലോ ഇൻസ്ട്രുമെൻറ്റിൽ, അതാണ് പറയുന്നത് റീഡ് ബോത്ത് ദ വെർണിയേഴ്സ്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തിരിച്ച് എന്ത് ചെയ്യണം? വീണ്ടും Pയിലേക്ക് വരണം അല്ലേ? നമ്മൾ Pന്ന് സ്റ്റാർട്ട് ചെയ്ത്, Pനെ സൈറ്റ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആംഗിൾ വാല്യൂ മാറാൻ പാടില്ല. കാരണം നമുക്ക് ഈ ആംഗിൾ മാത്രമേ പാടുള്ളൂ. ഈ ഇവിടെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആംഗിൾ മാറാൻ പാടില്ല. അപ്പോൾ ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്താൽ ആംഗിൾ മാറില്ല അല്ലേ? അപ്പോൾ ലോവർ ക്ലാമ്പ് നിങ്ങൾ ലൂസ് ചെയ്തിട്ട് ദെൻ ഇൻസ്ട്രുമെൻറ്റിനെ നിങ്ങൾ ഈ ഡയറക്ഷനിലേക്ക് Pയിലേക്ക് എഗെയിൻ സൈറ്റ് ചെയ്യുക. ഇനി ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ദെൻ Pയിൽ സൈറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് വീണ്ടും ട്രാൻസിറ്റ് ചെയ്ത് ഈ ഡയറക്ഷനിൽ കൊണ്ടുവരിക. അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്ത് ഈ ആംഗിൾ റീഡ് ചെയ്യുക. ദെൻ ഈ പ്രോസസ്സ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ ആംഗിൾ ഡബിൾ ആയിരിക്കും വരിക അല്ലേ? അപ്പോൾ നമുക്ക് ഹാഫ് എടുത്താൽ നിങ്ങൾക്ക് റിക്വേർഡ് ആംഗിൾ ആൽഫ ഡിഗ്രി കിട്ടും. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ഒന്നുകൂടെ വായിച്ചു നോക്കുക. അൺക്ലാമ്പ് ദ ലോവർ ക്ലാമ്പ് ആൻഡ് ടേൺ ദ ടെലിസ്കോപ്പ് ടു സൈറ്റ് P അഗെയിൻ. ദ വെർണിയർ സ്റ്റിൽ റീഡ് ദ സെയിം റീഡിങ്. കാരണം എന്താണ്? ലോവർ ക്ലാമ്പാണ് ലൂസ് ചെയ്തിരിക്കുന്നത്.
ഡിക്ലൈൻസ് ദ ടെലിസ്കോപ്പ്. അതായത് പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് അപ്പർ ക്ലാമ്പിനെ അൺക്ലാമ്പ് ചെയ്യുക, ടെലിസ്കോപ്പിനെ ടേൺ ചെയ്യുക, ആറിലേക്ക് സൈറ്റ് ചെയ്യുക, 2 വെർനിയേഴ്സും റീഡ് ചെയ്യുക. ദെൻ നമ്മൾ 2 പ്രാവശ്യം റീഡിങ് എടുത്തുകൊണ്ട് റീഡിങ് ഡബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക. അതാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ ആംഗിൾ, ക്യൂവിലെ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിളിൻ്റെ പ്രൊസീജിയർ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യണം. അന്ന് തിയോഡലൈറ്റ് വെച്ചിട്ട് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് 3 മെത്തേഡ് ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ മെത്തേഡിലേക്ക് കാണാൻ വേണ്ടി നോക്കുക. ഈ ഫിഗറിലേക്ക്, താഴത്തെ ഫിഗറിലേക്ക് ഒന്ന് നോക്കുക. ഇത് നിങ്ങളുടെ ഒരു സ്ട്രെയിറ്റ് ലൈന് എ ബി ആണല്ലേ. ഈ സ്ട്രെയിറ്റ് എ ബിനെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൻ്റെ അവസാനം ഇസഡ് എന്നുള്ള പോയിന്റിൽ വരെ എത്തണം. പക്ഷേ ഈ ഇസഡ് എന്നുള്ള പോയിന്റ് നമുക്ക് എ ബി എന്ന 2 പോയിന്റിൽ നിന്ന് ഇൻവിസിബിളാണ്. അതിനർത്ഥം എന്താണ്? ഈ ഇസഡ് എന്ന പോയിന്റിൽ എത്താൻ വേണ്ടി, ഇങ്ങനെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് എത്താൻ വേണ്ടി ഇതിൻ്റെ ഇടയ്ക്ക് 2-3 കുറേ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് വേണ്ടി ഇനി എ ബി എന്ന സർവേ ലൈന് ഇങ്ങനെ ഇസഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് 3 മെത്തേഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് മെത്തേഡിൽ ഞങ്ങൾ എ ബി ലൈനുണ്ട്. എ ബി ലൈനിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഇസഡ് വരെ എത്തണം. ഇൻസ്ട്രുമെൻറ്റിനെ ആദ്യമേ എ പൊസിഷനിലാണ് സെറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഞാനിവിടെ ഇൻസ്ട്രുമെൻറ്റിനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ കണ്ടോ, എ പൊസിഷനിലാണ് ഇൻസ്ട്രുമെൻറ്റിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? ഫസ്റ്റ് പ്രൊസീജിയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? Then first set up the theodolite at A, level it accurately. ലെവൽ എന്ന് പറയുമ്പോൾ സെൻറ്ററിങ്ങും ലെവലിങ്ങും എല്ലാം accurately പെർഫോം ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 0 സെറ്റ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. ദെൻ ബൈസെക്ട് ദ പോയിൻറ്റ് ബി. ഇവിടെ ഒരു പോയിൻറ്റ് ബി കണ്ടോ, ഈ പോയിൻറ്റ് ബീനെ നമ്മൾ ബൈസെക്ട് ചെയ്യുക. ദെൻ ബൈസെക്ട് ചെയ്യാന്ന് വെച്ചാൽ ടെലിസ്കോപ്പ് വെച്ചിട്ട് ഇൻസ്ട്രുമെൻറ്റ് എയിൽ വെച്ചിട്ട് ബിയിലുള്ള റേഞ്ചിങ് റോഡിനെ സൈറ്റ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ പോയിൻ്റ്, ഈ ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ഇവിടെ നിന്നിട്ട് ബീനെ സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിന് ആ ലൈൻ ഓഫ് സൈറ്റിൽ നിങ്ങൾ ഇടയ്ക്ക് ഇവിടെ ഒരു പോയിൻ്റ് സി എസ്റ്റാബ്ലിഷ് ചെയ്യുക റേഞ്ചിങ് റോഡ് വെച്ചിട്ട്. അതായത് എയിലിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഈ ഡയറക്ഷനിലാണ് അല്ലേ. ഈ ലൈൻ ഓഫ് സൈറ്റിൽ നിങ്ങൾക്ക് പോയിൻ്റ് ബിയും കാണാം. ദെൻ ആ പോയിൻ്റ് ബിയുടെ ജസ്റ്റ് ബാക്കിലായിട്ട് ഒരു പോയിൻ്റ് സിയും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ക്ലിയർ ആണോ? ഇനി അതിൻ്റെ നമുക്ക് അടുത്ത പോയിൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിന് എളുപ്പം എന്തായിരിക്കും? ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ ഈ പോയിൻ്റ് എയിൽ നിന്ന് എടുത്തിട്ട് എങ്ങോട്ട് വെക്കണം? പോയിൻ്റ് ബിയിലേക്ക് വെക്കുക. കണ്ടോ, ഈ പോയിൻ്റ് ബിയിലേക്ക് വെക്കുക. ദെൻ പോയിൻ്റ് ബിയിലേക്ക് വെച്ചിട്ട് ദെൻ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുമ്പോൾ നൗ ഏത് ഡയറക്ഷനിലാണ്? സീനെ സൈറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ സീനെ നോക്കിക്കൊണ്ട് സി കഴിഞ്ഞിട്ട് വേറൊരു പോയിൻ്റ് ഡി എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ ആ സിയുടെ ലൈൻ ഓഫ് സൈറ്റിൽ, അപ്പോൾ നിങ്ങൾ ബിയിലിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലൈൻ ഓഫ് സൈറ്റിലാണ് ഏത്? ഈ പോയിൻ്റ് സിയും ഡിയും. ഓക്കെ ആണോ? അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക ടിൽ ദ ലാസ്റ്റ് പോയിൻ്റ് ഇസഡ് ഈസ് റീച്ച്ഡ്. അപ്പോൾ നമുക്ക് പ്രൊസീജിയർ ഒന്നും കൂടെ നോക്കാം. സെറ്റപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? തിയോഡലൈറ്റ് നമ്മൾ എവിടെ വെച്ച്? എയിൽ വെച്ചു. അത് എയിൽ വെച്ചിട്ട് ബീനെ നോക്കി. അപ്പോൾ ആ ലൈൻ ഓഫ് സൈറ്റിൽ ഒരു പോയിൻ്റ് സി എസ്റ്റാബ്ലിഷ് ചെയ്തു. ബൈസെക്ട് ദ പോയിൻ്റ് ബി, എസ്റ്റാബ്ലിഷ് പോയിൻ്റ് സി ഇൻ ദ ലൈൻ ബിയോണ്ട് ബി അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ടെലിസ്കോപ്പിൻ്റെ ടോപ്പിൽ കൂടെ നോക്കിയാൽ മതി. ടെലിസ്കോപ്പിൽ കൂടെ സൈറ്റ് ചെയ്താൽ നമുക്ക് അക്യുറേറ്റ്ലി ബൈസെക്ട് ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് ഇൻസ്ട്രുമെൻറ്റിനെ ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ദെൻ സി കൂടെ ഡി എന്ന പോയിൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് പ്രൊസീജിയർ എന്തായിരിക്കും? ഇതുപോലെ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. സിയിൽ കൂടെ ഡി കഴിഞ്ഞിട്ട് ഇ എന്ന പോയിൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പോഴത്തേക്കും ഫൈനലി എവിടെ വരെ എത്തണം? ഇസഡ് എത്തുന്നതോടെ വരെ റിപ്പീറ്റ് ദ പ്രോസസ്സ്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് മെത്തേഡ്. ഇനി നമ്മുടെ സെക്കൻഡ് മെത്തേഡിലേക്ക് പോവാം. സെക്കൻഡ് മെത്തേഡിൽ ഇവിടെ നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ എവിടെ ഇൻസ്ട്രുമെൻറ്റിനെ ആദ്യം വെച്ചത്? പോയിൻ്റ് എയിലാണല്ലേ. ദെൻ സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റിനെ വെക്കുന്നത് ഈ പോയിൻ്റ് ബിയിലാണ്. അതായത് പോയിൻ്റ് എ ബിയിലാണ്. സെറ്റപ്പ് ദ ഇൻസ്ട്രുമെൻറ്റ് അറ്റ് ബി ആൻഡ് ലെവൽ ഇറ്റ് അക്യുറേറ്റ്ലി. ദെൻ ഇൻസ്ട്രുമെൻറ്റിനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ സൈറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് പോയിൻ്റ് എയിലേക്കാണ്. അതായത് ഇൻസ്ട്രുമെൻ്റ് എവിടെയാണ്? ബിയിൽ വെച്ചു. ബിയിൽ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് എങ്ങോട്ടേക്കാണ്? എയിലുള്ള റേഞ്ചിങ് റോഡിലേക്ക് നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റിനെ സൈറ്റ് ചെയ്യും. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഡയറക്ഷനിലൊരു പോയിൻ്റാണ് അല്ലേ. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ്, ഈ ലൈനിൻ്റെ ഡയറക്ഷനിലാണ് ഇപ്പോൾ ടെലിസ്കോപ്പ് ഇരിക്കുന്നത്. പക്ഷേ എങ്ങോട്ടേക്ക് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്? എയിനെ ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഈ ഡയറക്ഷനിൽ ഫേസ് ചെയ്യുന്ന രീതിയിൽ മാറ്റണം. അപ്പോൾ എന്താണ് അതിന് എളുപ്പവഴി? ജസ്റ്റ് ഈ ടെലിസ്കോപ്പിനെ ഒന്ന് ട്രാൻസിറ്റ് ചെയ്യുക. ട്രാൻസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലൈൻ ഓഫ് സൈറ്റ് ഈ ഡയറക്ഷനിൽ വന്നു. ആ ഡയറക്ഷനിൽ നിങ്ങൾ മൂന്നാമതൊരു പോയിൻ്റ് സി കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക.
ക്ലിയർ ആണോ? ദെൻ ഈ ഒരു പോയിൻ്റ്, മൂന്നാമതൊരു പോയിൻ്റ് സി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി നിങ്ങൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അടുത്ത പോയിൻ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇൻസ്ട്രുമെൻറ്റിനെ സിയിൽ വെക്കുക. ഇൻസ്ട്രുമെൻറ്റ് സിയിൽ വെച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടേക്ക് നോക്കണം? ദെൻ പോയിൻ്റ് ബിയിലേക്ക് നോക്കണം. ദെൻ ഈ ലൈൻ ഓഫ് സൈറ്റിൽ, ഈ ഡയറക്ഷനിൽ നിങ്ങൾ ലൈൻ ഓഫ് സൈറ്റ് വന്നു. ദെൻ അതിൻ്റെ തിരിച്ച് നെക്സ്റ്റ് റിവേഴ്സ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസിറ്റ് ചെയ്യുക. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് ഈ ഡയറക്ഷനിലായി. അപ്പോൾ സിക്ക് തൊട്ട് മുമ്പിലായാലും ആ ഡയറക്ഷനിൽ ഒരു റേഞ്ചിൻ റോഡ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പോയിൻ്റ് ഡിയുടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക ടിൽ ദ ലാസ്റ്റ് പോയിൻ്റ് ഇസഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ ആണോ? അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ആദ്യം ബിയിൽ വെച്ചു, എയിലേക്ക് ബാക്ക് സെറ്റ് ചെയ്തു. ദെൻ എന്നിട്ട് അപ്പർ എല്ലാം ടൈറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ടെലിസ്കോപ്പിനെ ട്രാൻസിറ്റ് ചെയ്യുക. ദെൻ അപ്പോൾ പോയിൻ്റ് ബിയിൽ സിയിലേക്ക് നമ്മുടെ പോയിൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഇൻസ്ട്രുമെൻറ്റിനെ എഗെയിൻ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ബിയിലേക്ക് ബാക്ക് സെറ്റ് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്തിട്ട് ബാക്ക് സെറ്റ് ചെയ്യുക, ദെൻ ട്രാൻസിറ്റ് ചെയ്ത ഡയറക്ഷനിൽ പോയിൻ്റ് ഡി വെക്കുക. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് ഇസഡ് എത്തുന്നോടം വരെ. ഇനി നോക്കിയാൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സി ഡി എന്നുള്ള പോയിൻറ്റ്സ് എല്ലാം കിട്ടിയല്ലേ? നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് പെർഫെക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലാണെങ്കിൽ ഈ പോയിൻറ്റ്സ് സി ഡി എല്ലാം സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലല്ല എങ്കിൽ, പ്രോപ്പർ അഡ്ജസ്റ്റ്മെൻറ്റിൽ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്, പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലൈൻ ഇങ്ങനെ ചെരിഞ്ഞു പോയിരിക്കാം. അതാണ് നൗ ഇഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഈസ് എൻ അഡ്ജസ്റ്റ്മെൻറ്റ് ദ പോയിൻറ്റ്സ് എ ബി സി ആൻഡ് ഇസഡ് വിൽ ബി ഇൻ വൺ ലൈൻ വിച്ച് ഈസ് സ്ട്രെയിറ്റ്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് നോട്ട് എൻ അഡ്ജസ്റ്റ്മെൻറ്റ് ദ ലൈൻ ഓഫ് കൊളിമേഷൻ ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ദ ഹൊറിസോണ്ടൽ ആംഗിൾ. അതായത് നമ്മൾ നോട്ട് പെർപെൻഡിക്കുലർ ടു ദ ഹൊറിസോണ്ടൽ ആക്സിസ്. അതായത് ലൈൻ ഓഫ് കൊളിമേഷനും ഹൊറിസോണ്ടൽ ആക്സിസും പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൾട്ടർ ചെയ്തെടുക്കുകയാണെങ്കിൽ ദെൻ സി ഡാഷ് ഡി ഡാഷ് ഇൻസ് ഡാഷ് വിൽ നോട്ട് ബി ഇൻ ദി സെയിം ലൈൻ. അതായത് സി ഡാഷും ഡി ഡാഷും ആണ് നമുക്ക് കിട്ടിയത്, സിയും ഡിയും കിട്ടുന്നതിന് പകരം. അപ്പോൾ സി ഡാഷ് ഡി ഡാഷ് ഇസഡ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ വരില്ല. ഇനി നമ്മുടെ തേർഡ് മെത്തേഡിലേക്ക് പോവുകയാണ്. അത് വളരെ സിമ്പിളാണ്, ഇതുപോലെ തന്നെയാണ്. ഈ പ്രൊസീജിയർ നമുക്കൊന്ന് നോക്കാം. ഇതുവരെ ലൈന് നമ്മൾ ഒരു ഹൈ പ്രിസീഷനോടുകൂടി ഇൻസ്ട്രുമെൻറ്റ് ലൈനെ പ്രൊലോങ്ങേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. വെൻ ദ ലൈൻ ഈസ് ടു ബി പ്രൊലോങ്ഡ് വിത്ത് ഹൈ പ്രിസീഷൻ ഓർ വെയർ ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഇൻ ഇംപെർഫെക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ദ പ്രോസസ് ഓഫ് ഡബിൾ സൈറ്റിംഗ് ഓർ ഡബിൾ റിവേഴ്സിങ് ഈസ് യൂസ്ഡ്. അപ്പോൾ ഇതാന്ന് നോക്കിയാൽ നമുക്ക് സപ്പോസ് ഇവിടെ ലൈൻ എ ബി ഉണ്ട്. ഈ ലൈൻ എവിനെ ഇസഡിലേക്ക് റിവേഴ്സ് ചെയ്യണം, പക്ഷേ വിത്ത് ഹൈ അക്യുറസിയിലായിരിക്കണം. ഇൻസ്ട്രുമെൻറ്റിൽ എററൊന്നും ഈ ഒരു സ്ട്രെയിറ്റ് ലൈന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെ ഓൾട്ടർ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് എങ്ങനെ നോക്കാം. ഞാൻ ആദ്യമേ നമ്മൾ ഇൻസ്ട്രുമെൻറ്റിനെ രണ്ടാമത്തെ മെത്തേഡ് പോലെ പോയിൻ്റ് ബിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇൻസ്ട്രുമെൻറ്റിനെ പോയിൻ്റ് ബിയിലാണ് സെറ്റ് ചെയ്യുന്നത്. സെറ്റപ്പ് ദ തിയോഡലൈറ്റ് അറ്റ് ബി ആൻഡ് ലെവൽ ഇറ്റ് അക്യുറേറ്റ്ലി. ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് പോയിൻ്റ് എയിലേക്ക് ബാക്ക് സെറ്റ് ചെയ്യുക. സെക്കൻഡ് പ്രൊസീജിയർ പോലെ തന്നെയാണ്, പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. പോയിൻ്റ് എയിലേക്ക് ബാക്ക് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫേസ് ലെഫ്റ്റിലായിരിക്കണം. ദെൻ ഫേസ് ലെഫ്റ്റിലായിരിക്കെ നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റിനെ കഴിഞ്ഞ പ്രൊസീജിയർ പോലെ തന്നെ എയിലേക്ക് നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ. തിരിച്ച് അതിനെ ട്രാൻസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഈ ഡയറക്ഷനിൽ വരും. ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിൻ്റ് സി എസ്റ്റാബ്ലിഷ് ചെയ്യുക. നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ലെഫ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻ്റ് കുറച്ച് മാറിയായിരിക്കും. ഇൻസ്ട്രുമെൻറ്റ് കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സാക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ കിട്ടും. ഇനി ഇതുപോലെ തന്നെ വീണ്ടും ഇപ്പോൾ നമുക്ക് പോയിൻ്റ് സി കിട്ടി. ചിലപ്പോൾ പോയിൻ്റ് സി കിട്ടാം, ചിലപ്പോൾ അല്ലെങ്കിൽ മാറി C1 ആയിരിക്കും കിട്ടിയിരിക്കുക. ഇനി അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അതായത് ഫേസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇപ്പോൾ C1 വരെ കിട്ടിയല്ലേ. ഇനി ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫേസ് റൈറ്റ് ആക്കുക, എന്നിട്ട് എയിനെ സൈറ്റ് ചെയ്യുക, ദെൻ ട്രാൻസിറ്റ് ചെയ്യുക. വീണ്ടും ലൈൻ ഓഫ് സൈറ്റ് ഈ ഡയറക്ഷനിൽ വന്നു, എന്നിട്ട് വീണ്ടും പോയിൻ്റ് നിങ്ങൾ സി എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ലൈൻ ഓഫ് സൈറ്റ് ചിലപ്പം ഇൻസ്ട്രുമെൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലല്ലെങ്കിൽ ചിലപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് ഈ ഡയറക്ഷനിൽ വരുന്നതിന് പകരം ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഒന്നെങ്കിൽ സീറ്റ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് എസ്റ്റാബ്ലിഷ് ചെയ്ത പോയിൻ്റ് സി തന്നെ കിട്ടും. അതായത് ഒന്നും കൂടെ ചെക്ക് ചെയ്യുകയാണ്. അതായത് ഇൻസ്ട്രുമെൻറ്റ് ഫേസ് ലെഫ്റ്റിലായിരിക്കെ പിന്നെ പോയിൻ്റ് നമുക്ക് സി കിട്ടി, ദെൻ ഇൻസ്ട്രുമെൻറ്റ് ഫേസ് റൈറ്റിലായിരിക്കെ പോയിൻ്റ് സി കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് പെർഫെക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ്, കറക്റ്റാണ്. നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഓൾട്ടർ ആണെങ്കിൽ ഫേസ് ലെഫ്റ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻ്റ് ഏതായിരിക്കും? C1 ആയിരിക്കും. ഫേസ് റൈറ്റിലായിരിക്കും കിട്ടുന്ന പോയിൻ്റ് ഏതായിരിക്കും? C2 ആയിരിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് അങ്ങനെ C1ഉം C2 ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മുടെ പോയിൻ്റ് സി എന്തായിരിക്കും? ഈ C1നെയും C2നെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനിൻ്റെ എക്സാക്റ്റ് മിഡിലായിരിക്കും. ഓക്കെ,
അതായത് ഇഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ് C1ഉം C2ഉം വിൽ കോയിൻസൈഡ്, അതായത് സിയിലായിരിക്കും. അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിലോ C1ൻ്റെയും C2ൻ്റെയും നടുക്കായിരിക്കും പോയിൻ്റ് C വരിക. ദെൻ ഇനി നിങ്ങൾ അങ്ങനെയാണെങ്കിൽ C1 C2 മെഷർ ചെയ്യുക, ആ ഡിസ്റ്റൻസിൻ്റെ ഹാഫിലായിരിക്കും നമ്മുടെ പോയിൻ്റ് C. അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും എക്സാക്റ്റ് പോയിൻ്റ് C കിട്ടും അല്ലേ. ഇൻസ്ട്രുമെൻറ്റ് പ്രോപ്പർ അഡ്ജസ്റ്റ്മെൻറ്റിലാണ്, ഇൻസ്ട്രുമെൻറ്റിന് എററൊന്നും ഇല്ല, നല്ല ഫ്രഷ് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പോയിൻ്റ് C തന്നെ കിട്ടും. ഫേസ് ലെഫ്റ്റ് എടുത്താലും ഫേസ് റൈറ്റ് എടുത്താലും സെയിം പോയിൻ്റ് തന്നെയായിരിക്കും ഗ്രൗണ്ടിൽ കിട്ടുക. ദെൻ ഇൻസ്ട്രുമെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വ്യത്യാസം ഉണ്ടെങ്കിലോ ഫേസ് ലെഫ്റ്റിൽ C1 കിട്ടും, ഫേസ് റൈറ്റിൽ C2 കിട്ടും. ദെൻ C1 C2നെ നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യുക. ദെൻ ആ ലെങ്ത് എടുക്കുക, ആ ലെങ്തിൻ്റെ ഹാഫിലായിരിക്കും നിങ്ങളുടെ റിക്വയർഡ് പോയിൻ്റ് C. ഇനി ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. അതായത് ഇൻസ്ട്രുമെൻറ്റ് എങ്ങോട്ടേക്ക് വയ്ക്കണം, സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ബിയിലേക്ക് ബാക്ക് സെറ്റ് ചെയ്യുക. ദെൻ വീണ്ടും ട്രാൻസിറ്റ് ചെയ്ത് D ഡയറക്ഷനിലേക്ക് നോക്കുക. ഫേസ് ലെഫ്റ്റിൽ നിങ്ങൾക്ക് D1 പോയിൻ്റ് കിട്ടും, ഫേസ് റൈറ്റിൽ D2 പോയിൻ്റ് കിട്ടും. ദെൻ ഇൻസ്ട്രുമെൻറ്റ് പെർഫെക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ആണെങ്കിലോ ഫേസ് ലെഫ്റ്റിൽ D തന്നെ കിട്ടും, ഫേസ് റൈറ്റിൽ D തന്നെ കിട്ടും. ഓക്കെ ആണോ? ഇതുപോലെ നമ്മൾ ഡബിൾ സൈറ്റിങ് കുറേയും കൂടെ അക്യുറസിയിൽ ഇങ്ങനെ പോയിൻറ്റ്സ് CD E എന്നൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഫൈനൽ നമ്മുടെ പോയിൻ്റ് Z എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് പ്രൊസീജിയർ. ഇങ്ങനെയായിരുന്നു. ഇനി ലാസ്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാണ്. മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ മെഷർ ചെയ്യുക. മാഗ്നറ്റിക് ബിയർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ മാഗ്നറ്റിക് ബിയർ എന്ന് വെച്ചാൽ ഇതാണ് ലൈൻ AB അല്ലേ. ഈ ലൈന് നമ്മുടെ മാഗ്നറ്റിക് മെറീഡിയൻ നോർത്തുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ മാഗ്നറ്റിക് മെറീഡിയൻ എന്നും മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ ആംഗിൾ മെഷർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റിന് നമ്മൾ പോയിൻ്റ് Aയിലാണ് പ്ലേസ് ചെയ്യുന്നത്, അവിടെ വെച്ചിട്ട് ലെവൽ ചെയ്യുക. ദെൻ ഇൻസ്ട്രുമെൻറ്റിനോട് കൂടി നമ്മൾ ഒരു മാഗ്നറ്റിക് കോമ്പസ് കൂടെ പ്ലേസ് ചെയ്യും. ദെൻ മാഗ്നറ്റിക് കോമ്പസിനെ ലൂസ് ചെയ്യും. പിന്നെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ തിയോഡലൈറ്റിലെ റീഡിങ്, ഇൻസ്ട്രുമെൻറ്റ് തിയോഡലൈറ്റാണ്, തിയോഡലൈറ്റിലെ റീഡിങ് 0 സെറ്റ് ചെയ്യുക. ദെൻ മാഗ്നറ്റിക് നീഡിലും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റിൽ ലോവർ ക്ലാമ്പും റിലീസ് ചെയ്യുക. ദെൻ അപ്പോൾ മാഗ്നറ്റിക് നീഡിൽ റൊട്ടേറ്റ് ദ ഇൻസ്ട്രുമെൻറ്റ് ടിൽ ദ മാഗ്നറ്റിക് നീഡിൽ പോയിൻറ്റ്സ് ടു നോർത്ത്. നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് കൂടെ വെച്ചിരിക്കുന്ന കോമ്പസിലെ മാഗ്നറ്റിക് നീഡിൽ നോർത്തിലേക്ക് പോയിൻ്റ് ചെയ്യുന്നതോടം വരെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലോവർ പ്ലേറ്റ് ലൂസ് ചെയ്ത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യുക. ദെൻ ഇത്രയും കഴിഞ്ഞാൽ ലോവർ ടാൻജൻറ്റ് ക്ലാമ്പ് സ്ക്രൂവും ലോവർ ടാൻജൻറ്റ് സ്ക്രൂവും വെച്ച് ഇതിനെ പെർഫെക്റ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ എഗൈൻ കറക്റ്റ്ലി ബ്രിങ് ദ നീഡിൽ എക്സാക്ട്ലി എഗൈൻസ്റ്റ് ദ മാർക്ക് ഇൻ ഓർഡർ ടു ബ്രിങ് ഇറ്റ് ദ മാഗ്നറ്റിക് മെറിഡിയൻ. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് കറക്റ്റ് മാഗ്നറ്റിക് മെറിഡിയനെയാണ് സൈറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്തത് ഇനി നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ഈ നോർത്തിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. കോമ്പസ് കാണിച്ചിരിക്കുന്ന മാഗ്നറ്റിക് നീഡിലിൻ്റെ ഡയറക്ഷനിലേക്കാണ് ഇൻസ്ട്രുമെൻ്റ് ഇപ്പോൾ സൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ആംഗിളാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പർ ക്ലാമ്പ് റിലീസ് ചെയ്തിട്ട് ഇൻസ്ട്രുമെൻറ്റിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതായത് നൗ ലൂസ് അപ്പർ ക്ലാമ്പ് ആൻഡ് പോയിൻറ്റ് ദ ടെലിസ്കോപ്പ് ടുവേർഡ്സ് B. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അതായത് റൈറ്റിലേക്ക് ടെലിസ്കോപ്പിനെ സ്വിങ് ചെയ്യുക ടിൽ ദ പോയിൻറ്റ് B ഈസ് സൈറ്റഡ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രോസസ്സ് അപ്പർ ടാൻജൻറ്റ് സ്ക്രൂവിൻ്റെ വെച്ച് നമുക്ക് അക്യുറേറ്റ്ലി സൈറ്റ് ചെയ്യണം എന്നാണ് അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഈ റീഡിങ് എടുക്കുമ്പോൾ 2 വെർണിയറിലെയും A വെർണിയറിലെയും B വെർണിയറിലെയും റീഡിങ് എടുക്കണം. എന്നിട്ട് അതിൻ്റെ മീൻ വാല്യൂ എടുക്കുക, അതായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ദി ലൈൻ. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ ഒന്നുകൂടെ പറയുകയാണ്. ഇൻസ്ട്രുമെൻറ്റ് എവിടെയാണ് വെക്കേണ്ടത്, പോയിൻ്റ് Aയിലാണ് വെക്കേണ്ടത്. ദെൻ എന്നിട്ട് എങ്ങോട്ടേക്ക് സൈറ്റ് ചെയ്യണം, മാഗ്നറ്റിക് നീഡിലിൻ്റെ ഡയറക്ഷനിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നോർത്തിൻ്റെ ഡയറക്ഷനിലേക്ക് ഇൻസ്ട്രുമെൻറ്റിനെ സൈറ്റ് ചെയ്യുക. ദെൻ ആ ഇൻസ്ട്രുമെൻറ്റ് സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാമ്പ് രണ്ടും ക്ലാമ്പ് രണ്ടും ടൈറ്റ് ചെയ്യുക. ദെൻ നമ്മുടെ അപ്പർ പ്ലേറ്റിൽ റീഡിങ് കാണിക്കുന്നത്, അതായത് ഹൊറിസോണ്ടൽ സ്കെയിലിൽ റീഡിങ് 0 ആണെന്ന് എൻറ്റർ ചെയ്യുക. ദെൻ ഇൻസ്ട്രുമെൻറ്റ് റൈറ്റിലേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ടേൺ ചെയ്യുക. ദെൻ ടിൽ ദ പോയിൻറ്റ് B ഈസ് ബൈസെക്റ്റഡ്. ദെൻ അപ്പർ ടാൻജൻറ്റ് സ്ക്രൂ വെച്ചിട്ട് നന്നായിട്ട് ഇൻസ്ട്രുമെൻറ്റിനെ പോയിൻറ്റ് Bനെ സൈറ്റ് ചെയ്യുക. ദെൻ വെർണിയർ Aയിലെയും Bയിലെയും റീഡിങ് നോക്കുക. ആ തരുന്ന ആംഗിൾ വാല്യൂ ആയിരിക്കും ഇതിൻ്റെ മാഗ്നറ്റിക് ബിയറിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ഫേസ് മാറ്റിയിട്ട് ഒന്നും കൂടെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് 2 വാല്യൂസിൻ്റെയും മീനിങ് എടുക്കുക. ഫേസ് ലെഫ്റ്റിൻ്റെയും ഫേസ് റൈറ്റിൻ്റെയും ആവറേജ് വാല്യൂ എടുക്കുക. അതായിരിക്കും നിങ്ങളുടെ മാഗ്നറ്റിക് ബിയറിംഗ്. ഓക്കെ, താങ്ക് യു.